കണ്ടതേക്ക് ആന വന്ന് പുറം ചൊറിഞ്ഞിട്ട് പോയതോട്ടോ. കണ്ട മണ്ണ് കണ്ട ഇവിടുത്തെ മരത്തിന് വേണ്ടിയിട്ട് മണ്ണ്. ഈശ്വരനെ ഗണപതിയെ സരസ്വതിയെ ഗണപതിയെ സരസ്വതിയെ സരസ്വതിയെ ഗണപതിയെ സരസ്വതിയെ ഗണപതിയെ സ്വാമി അപ്പ. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ പരമ്പരാഗതമായ കാനനപാതയിലോട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി നമ്മളെ അവിടെ ഇറക്കി നമ്മൾ നടന്നു പോകുന്നുണ്ട് കുറച്ച്. അപ്പം ഞങ്ങളുടെ യാത്രകൾ എന്ന് വെച്ചാൽ മനോഹരമായ വഴിവീതികളോടെ നമ്മുടെ യാത്രകൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. എരുമേലിയിൽ നിന്നായിട്ട് നമ്മൾ യാത്ര ഏകദേശം ഒരു 11:40 കൂടിയാണ് നമ്മൾ കാനനപാത പരമ്പരാഗതമായ കാനനപാതകളുടെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ട്. അപ്പോൾ എരുമേലിയിൽ നിന്ന് നമ്മൾ വണ്ടി കാനനപാതയുടെ മെയിൻ എൻട്രൻസ് വരെ കൊണ്ടാക്കി കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി ടാറിംഗ് റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടാറിംഗ് റോഡ് നടന്ന് വന്ന് അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ട്, അപ്പോൾ ഇവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് കാനനപാതയിലേക്കുള്ള നമ്മുടെ മെയിനായിട്ട് എൻട്രൻസ് വരുന്നത് തന്നെ. അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്രകൾ മൊത്തം ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കും. നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ടൈം യാത്രയാണ് നമ്മൾ ഈ കാനനപാതയിലൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ശബരിമലയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാനനപാത നമ്മൾ കേട്ടിട്ടുള്ളൂ, പോയിട്ടില്ല. അപ്പോൾ അതാണ് അതിൽ പോണത്. അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ വേറെ നമ്മളോടൊന്നും ചോദിച്ചില്ല കേട്ടോ. അവരിവിടെ നമുക്ക് വേണ്ടിയുള്ള പെട്രോളിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്റ്റേഷനാണിത്. അപ്പോൾ വേറെ കാര്യങ്ങളും നമ്മളോട് കാണിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ കടന്നു പോകാം. അപ്പോൾ ഇവിടെ ഉണ്ട് അവരെ ക്വാർട്ടേഴ്സ് പോലെ താൽക്കാലികമായ ഷെഡുകൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലകാലം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ താൽക്കാലികമായ ഷെഡുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് പിന്നെ ഈ റോഡ് തീർത്തും ആർക്കും സഞ്ചാരയോഗം എല്ലാം തോന്നുന്നുണ്ടാവും, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മനോഹരമായൊരു വഴിയായിട്ട് കാണുന്നത്. നല്ല രണ്ട് സൈഡും തേക്കും മരങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടിയൊക്കെ പോണ വഴിയാണ്. ഇതിലൂടെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജീപ്പൊക്കെ ഈ വഴിക്ക് സഞ്ചരിക്കുന്ന റോഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റോഡിൻ്റെ ടയർ വീൽപ്പാടൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും യാത്ര ആരംഭിക്കണം. അപ്പം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്കിനി ഈ കാനനപാതയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഈ വഴിയിലുണ്ട് അതൊക്കെ വേറെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. കേട്ടോ ഞങ്ങൾ 15 പേര് മാത്രമേ ഉള്ളൂ ഈ വഴി കൂടെ പോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 11:30 കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ, കാട്ടിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു കഷ്ടി 1 കിലോമീറ്റർ കടന്നിട്ടുള്ളൂ. പിന്നെ ചെറിയ വെള്ളം പോണ ഇതുണ്ട്, തോടുണ്ട്. പിന്നെ ഒരു കൂളായിട്ടൊരു അന്തരീക്ഷമായിട്ട് ഇവിടെ പോകുമ്പോൾ തന്നെ നല്ല ഫുൾ മരങ്ങളായ കാരണം നല്ല കൂളായിട്ടൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യാത്രയാണ് ഈ കാനനപാതയിലോട്ട്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ കാണുന്ന കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്കും പരമാവധി എത്തിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കാണാം. ചെറിയ വെള്ളച്ചാലുകളുണ്ട് കേട്ടോ അവിടെ കയറി വരുമ്പോൾ തന്നെ. അപ്പോൾ ഇവിടെ ഇരിക്കാനല്ല, ചെറിയ കടയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ചെറിയ ഷെഡുകൾ കിട്ടുന്നത്. അതുപോലെ ഞങ്ങൾ മുകളിലേക്ക് കടകളൊക്കെ ഓപ്പണിംഗ് ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടക്കേണ്ടത് പറഞ്ഞാൽ. അപ്പോൾ ഇതിലുണ്ട് പിക്കപ്പ് അതുപോലെയുള്ള വണ്ടികളൊക്കെ കൂർഗൊക്കെ കയറി പോകുന്നുണ്ട്. വേണ്ട ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയും പോലീസിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ കയറി പോകുന്നുണ്ട്. അതല്ലേ മറ്റേ പുലിമുരുകൽ പറയണ പോലെയാണോ? ഒരു 7-8 കിലോമീറ്റർ ആനടക്കലുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് നടന്നിട്ട് ഒരു ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്ന് കയറി വലിയൊരു കയറ്റ കയറിയത്. അപ്പോൾ എനിക്ക് എല്ലാം അണച്ചു. അപ്പോൾ ഇവിടെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടേ ചിലയിടത്ത് അതിനെ വിശ്രമിക്കാനുള്ള ചെറിയ മുള കൊണ്ട് ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വിശ്രമിച്ച് കയറി പോകാം. പക്ഷേ കുത്തനുള്ള കയറ്റായാലും നമ്മൾ പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് ഒരുപാട് ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളുള്ളവരൊക്കെ ഉണ്ട് എല്ലാവരും ഭയങ്കര ടയർഡായി കയറിപ്പന്നെ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു 5 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും കയറുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നവർ ഇന്ന് റെസ്റ്റ് ചെയ്ത് ഒറ്റയടിക്ക് കയറാതെ ഇരുന്നിരുന്ന് കയറി പോകാം കേട്ടോ. പിന്നെയൊക്കെയാണ് ഇവിടെ കടകൾ വന്നിട്ടില്ല. ചില കയറ്റങ്ങളിൽ മാത്രം ചെറിയ കടകളുള്ളൂ. അത് വെള്ളം അങ്ങനെയുള്ള സംഭവം, ഭക്ഷണം ഒന്നും കിട്ടില്ല നമുക്ക്. വെള്ളം അതുപോലെ ചെറിയ പൈനാപ്പിൾ അങ്ങനെ ചെറിയ ഭക്ഷണങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെയൊക്കെ കടകൾക്കുള്ള ഷെഡ് അടിച്ചിട്ടുണ്ട്. ഇത് ഓപ്പണായില്ല കേട്ടോ. അപ്പം ഇത് വരും ദിവസങ്ങളിലൊക്കെ അത് ഓപ്പണായി പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഈശ്വരനെ
ഭഗവാനെ ഭഗവതിയെ ഭഗവതിയെ ഭഗവാനെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് ആരെ കാണാൻ സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും മോക്ഷം കിട്ടും അയ്യപ്പോ സ്വാമി അയ്യപ്പോ ഇനി ഇങ്ങനെ 46 കിലോമീറ്ററോളം ഈ കാട്ടിക്കോട് നമ്മൾ യാത്ര ചെയ്യണത് തന്നെ. അപ്പോൾ ഇതുപോലുള്ള ശരണങ്ങളൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ കാട്ടിക്കോട് യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മുടെ നടക്കാനുള്ള ആ ഒരു പ്രയാസം നമുക്ക് ഈ ശരണം വിളികളോടെ നമുക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടക്കാനുള്ളൊരു ഊർജ്ജം നമുക്ക് കിട്ടും ഈ ശരണം വിളിച്ച് നടക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശരണം വിളിച്ചൊക്കെ പോകണമല്ലോ. അപ്പം നമ്മുടെ ഈ കാട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുന്നിൽ ബാക്കിൽ കുറച്ച് പേര് വരുന്നുണ്ട്. അതുപോലെ മുന്നിൽ 2 പേര് പോയായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റം കയറിയിട്ട് നിന്നിട്ടൊക്കെ പോണത്. അപ്പം റെസ്റ്റ് ചെയ്ത് പോണത്. മോക്ഷം കിട്ടും മോക്ഷം കിട്ടും അയ്യപ്പോ അയ്യപ്പ വില്ലാളി വീര അയ്യപ്പോ വീരമണി കണ്ഠ അയ്യപ്പ വീരമണി കണ്ഠ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ അയ്യപ്പോ. അപ്പോൾ നമ്മൾ കുറച്ച് കാട്ടിക്കൂടെ പോകുന്നുണ്ടോ. കൊന്നിട്ട് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാട്ടോ. നമ്മുടെ മരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ഒരുപാട് മലകൾ നമുക്ക് കാണാം. ചുറ്റി കിടക്കുന്ന മലകളെ കാണാം. അപ്പോൾ തന്നെ ഇവിടെ ട്യൂബ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ വഴിയിൽ. നമുക്ക് രാത്രി സഞ്ചരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് ട്യൂബ് ലൈറ്റൊക്കെ ഈ വഴിയിൽ കണ്ടോ ഇവിടെ ലൈൻ വലിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ റോഡിൻ്റെ വഴിയുടെ സൈഡിലായിട്ട്. ഈ വഴിക്കൊക്കെ വണ്ടികൾ പോകണം കേട്ടോ. നമുക്കിവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികളൊക്കെ ജീപ്പൊക്കെ ഈ വഴിക്ക് പോകണതാണ്. തീർത്തും നമുക്ക് കാനനപ്പാതെന്ന് പറയില്ല. നമുക്ക് നടന്ന് പോണ വഴിയും അതുപോലെ തന്നെ ഇവിടെ നേരെ നമ്മൾ കാളകെട്ടിലേക്ക് എത്തണത്. അപ്പോൾ കാളകെട്ടിലേക്ക് എത്തി കഴിഞ്ഞിട്ട് പിന്നെ വഴി ചെറിയ വഴിയാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വന്നാൽ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഇത്ര നേരം ഒരു മരങ്ങളൊക്കെ നിറഞ്ഞൊരു കാടിൻ്റെ ഇവിടെ വന്നത് ചെറിയ കയറ്റങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ കുറച്ച് നിരപ്പായ സ്ഥലങ്ങളായി നല്ല വെയിലുള്ള സ്ഥലമായിട്ടുണ്ട്. ഇവിടെ മൊത്തം മരങ്ങളൊക്കെ ഉണ്ടായിട്ട് മുറിച്ച് കളയാൻ തോന്നും കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ചുറ്റും കുറേ മലകൾ നല്ല കാണാം. മെറ്റലൊക്കെ വിരിച്ച റോഡാണ് ഇപ്പം. ഇതൊരു അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇത് പൊളിച്ചളഞ്ഞു തന്നെ അല്ല തേങ്ങ അടിക്കുന്ന സ്ഥലം കേട്ടത് ഉണ്ട്. അവിടെ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മുൻകാലത്തൊക്കെ അമ്പലമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ മുൻപ് പോയ ആൾക്കാരൊക്കെ. പക്ഷെ ഇപ്പോൾ ഇത് ഇവിടെ ഇല്ല. ചിലപ്പോൾ ആന എങ്ങാനും പൊളിച്ചതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നോക്കാണ്ട് നശിച്ചു പോയതായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കടകളൊക്കെ വരാൻ പോകട്ടെ. കടകൾ വരാനുള്ള മുളകളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ കണ്ട പോണ വഴിയിലൊക്കെ ഓരോ ഷെഡിൻ്റെ പണികൾ കടകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ അമ്പലമായിരുന്നു, അത് അമ്പലമായിരുന്നോ? പോയി അടുപ്പില്ലല്ലേ? ആന കണ്ടതൊരു അമ്പലമായിരുന്നു കേട്ടത്. അപ്പോൾ അവിടെ ആന നശിപ്പിച്ചെന്ന് പറഞ്ഞത് അമ്പലം. ഇപ്പോൾ ആകെ പൊളിഞ്ഞെടുക്കണം. അമ്പലത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ആന ഒന്ന് നശിപ്പിച്ചു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിലും ചിലപ്പോൾ യാത്ര ഇതികൂടെ അനുവദനീയമല്ലാതെ നമുക്ക് പകൽ മാത്രം കിടക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷെ നമ്മൾ നേരത്തെ കടന്നു പോകുന്നു. അയ്യപ്പ 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 കലിയുഗ വരദ അയ്യപ്പ കലിയുഗ വരദ അയ്യപ്പ കർപ്പൂരപ്രിയ അയ്യപ്പ കർപ്പൂരപ്രിയ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം വെയിലത്തോടെ വന്നിട്ടോ. അപ്പോൾ ചെറിയൊരു മരവും തണലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു കുറേ നേരം വെയിൽ കൊണ്ടേ നല്ല മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തോടെ വന്നതാനുണ്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണമായി പോയി. പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ ഉണ്ടായി. എനിക്ക് ഇത് കാണാ മറ്റേ ആന പുറവശനാണത് ഈ സാധനം കാലിടണ ഇതൊക്കെ. ആ കണ്ടതേക്ക് ആന വന്ന് പുറം ചൊറിഞ്ഞിട്ട് പോയതോട്ടോ. കണ്ട മണ്ണ് കണ്ട ഇവിടുത്തെ മരത്തിന് വേണ്ടിയിട്ട് മണ്ണ്. ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ഇവിടെ വെള്ളം കുടിക്കാൻ ആനപ്പണ്ണം കണ്ട.
നല്ല മണമുണ്ടായി. ഈ ഭാഗത്തൊക്കെ ശരിക്കും ആന വന്നിട്ട് അതെ ഇവിടെ ഉണ്ടത് ഇതൊക്കെ ആനപ്പണ്ട. നേരം വരെ കാല് നനച്ചില്ല നനയ്ക്കേണ്ടി വരില്ലോ. ആഹാ ആന ഓടിക്കാൻ സ്ഥലമാണ്. അത് തെളിഞ്ഞ് നീരുള്ള അരുവിട്ട് പോകുന്നത് ചെറിയൊരു മലയെന്ന് തന്നെ വെള്ളമാണ്. ഇവിടെ മോഹം കഴിയൊക്കെ പോകാം കേട്ടോ. നമുക്ക് എന്തായാലും നനഞ്ഞ് കാല നടക്കാൻ പോകാൻ പറ്റില്ല, ചാടി പോകാൻ പറ്റില്ല. ഇവിടെ കുളിക്കാനൊക്കെയാണ് സൗകര്യം കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്. കാരണം അങ്ങനെ നമ്മളിത് കാളകെട്ടിലെത്തിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം റേഞ്ചും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കാളകെട്ടി ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. അകലെ കണ്ടപ്പോൾ നമ്മൾ നടന്നെത്തണുള്ളൂ. ഇവിടെയൊക്കെ വണ്ടി വരുന്ന സ്ഥലം കേട്ടോ. വണ്ടി ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട് ഇവിടെ. ഇടയ്ക്കൊക്കെ വണ്ടി വരും. അങ്ങനെ നമ്മൾ കാളകെട്ടിലെത്തിട്ടോ. ഇവിടെ കടകളൊക്കെ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ കടകളൊക്കെ ആണുള്ളൂ കേട്ടോ. കടകളൊക്കെ ആയി വരുമ്പോഴേക്കും സമയം പിടിക്കും. തന്നെ കാളകെട്ടിൽ ശിവപാർവതി ക്ഷേത്രമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. അപ്പോൾ ക്ഷേത്രം അടച്ചിട്ടുണ്ടാവും. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായി. അപ്പോൾ കാരണം ക്ഷേത്രത്തിന് ഉള്ളിൽ കൂടെ ചുക്ക് കാപ്പി ചൂടുവെള്ളം സൗജന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് സൗജന്യ ചുക്ക് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണലുള്ള പ്രദേശം കടകളുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര നേരം വന്ന സമയത്ത് മിനറൽ വാട്ടറൊന്നും ഉണ്ടായില്ല, പ്ലാസ്റ്റിക്കൊന്നും അവിടെ വിൽക്കണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ കടകളിലേക്ക് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കാളകെട്ടി ക്ഷേത്രമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ് കാണുന്നത്. ഓക്കെ, നടപ്പന്തലൊക്കെ ആയിട്ട് നല്ല അവിടെ വിരിക്ക് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് അയ്യപ്പന്മാർക്ക് വിരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വണ്ടികളൊക്കെ എത്തും. ആംബുലൻസ് സൗകര്യം ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. നമ്മൾ വന്ന സമയം 1 മണിയായ ക്ഷേത്രം അടച്ചിട്ടു. അപ്പോൾ ഇവിടെ തൊഴാൻ പറ്റില്ല. നമുക്ക് വേണ്ടി ജസ്റ്റ് വേണമെങ്കിൽ കയറിയെന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളകത്ത് കണ്ടുപോയത്. കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്ന ക്ഷേത്രമാണ്. പിന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കാളകെട്ടിലെ എന്ന് പറഞ്ഞ് ശരണം വിളിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടൊരു ക്ഷേത്രം ഉണ്ടാവും. നമുക്കിത് പുറത്ത് നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല. എൻ്റെ ഉള്ളിരിക്കുന്ന വീഡിയോ ക്യാമറ അലോഡല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറമെ നമ്മൾ വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി തൊഴുതിട്ട് വരാം.